അപ്പോൾ നമ്മൾ എച്ചിൻ്റെ പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എച്ച് ആ കുട്ടി എടുക്കുന്നത് ആദ്യത്തെ ദിവസമാണ്, ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 15ാമത്തെ ദിവസമാണ് ആൾ എച്ച് എടുക്കുന്നത്. അപ്പോൾ വണ്ടിയെ നമ്മൾ നേരെ ഫ്രണ്ട് കൊണ്ടുപോയി ബാക്ക് ലാസ്റ്റ് കമ്പി കഴിഞ്ഞ് നിർത്തണം. അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ നിർത്തി, കമ്പി കഴിഞ്ഞു നിർത്തി. ഇനി അവിടെ നിന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് പുറകിലോട്ട് വരികയാണ്. അപ്പോൾ സൈഡ് മിററിലൂടെ നോക്കിയാണ് എച്ച് എടുക്കുന്നത്. അപ്പോൾ സൈഡ് മിററിലൂടെ നോക്കി തിരിക്കേണ്ട കമ്പിയെ നമ്മൾ നോക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പിയാണ് നമ്മൾ ചേർത്ത് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് ആ കമ്പിയിൽ തട്ടൂല എന്ന് തോന്നുമ്പോൾ കമ്പിയായിട്ട് അടുപ്പിച്ച് തുടങ്ങും. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, ആദ്യത്തെ ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയും പോലെ ചെയ്യണം. വരട്ടെ, അല്പം കമ്പിയായിട്ട് അടുപ്പിക്കൂ 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 അടുപ്പിക്കൂ. തട്ടൂല എന്ന് തോന്നിയാൽ മുഴുവൻ തിരിക്കൂ. വെരി ഗുഡ്, കറക്റ്റ്. ഉണ്ട്, ഇപ്പോൾ കമ്പിയായിട്ട് മാക്സിമം ചേർന്നാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനി നോക്കുന്നത് റോഡിൻ്റെ ഈ കമ്പിയുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് മിററാണ്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് മിററിൽ നോക്കണം. കണ്ണാടിയിലൂടെ കമ്പിയെ കാണണം. കമ്പിയെ കണ്ട് ഞാൻ പറയും ഓക്കെ റിട്ടേൺ. വെരി ഗുഡ്, ക്ലച്ച് ഒട്ടിക്കണം, സ്പീഡ് കൂടുന്നു. ഓക്കെ, ഇനി ഈ കമ്പിയായിട്ട് ചേർത്ത് വരൂ, ചേർക്കൂ, മാക്സിമം ചേർത്ത് വരൂ, ഫുള്ള്. വെരി ഗുഡ്, ഉണ്ട്, കമ്പിയായിട്ട് മാക്സിമം ചേർന്നു. ഇനി അതുപോലെ വണ്ടിയുടെ ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് റിട്ടേൺ. ഇപ്പോഴല്ല, ബാക്ക് മിററിൽ സൈഡ് മിററിലൂടെ ബാക്കിലെ കമ്പിയെ നോക്കണം. ബോഡി ലെവലാവും. വെരി ഗുഡ്. ഫ്രണ്ട് കമ്പി കഴിഞ്ഞ് നിൽക്കണം. ഫ്രണ്ട് കമ്പി കഴിഞ്ഞാണ് നിൽക്കേണ്ടത്. പോട്ട്. ഇനിയും പോകണം, കമ്പി കഴിയണം. വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ, സൂപ്പറായേ. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ എച്ചിൻ്റെ പകുതി കഴിഞ്ഞു. ഇനി അടുത്ത പകുതി കൂടെ നേരെ ഫ്രണ്ടിലോട്ട് പോട്ട്. ഇത് നമ്മൾ സെക്കൻഡ് ഫോർവേഡ് എന്ന് പറയും. സെക്കൻഡ് ഫോർവേഡ് പോയി 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് നിൽക്കണം. പോട്ട്. MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഡിസയറിൽ എച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോയി ബാക്ക് കമ്പി കഴിഞ്ഞു, സെൻട്രലായിട്ട് നിർത്തി, റിവേഴ്സ് ഗിയർ ഇട്ടു. സൈഡ് മിററിലൂടെ, ഇടതുവശത്തെ സൈഡ് മിററിലൂടെ കമ്പിയെ നോക്കി വണ്ടിയെ മൂവ് ചെയ്യിപ്പിക്കുക. കമ്പിയെ നോക്കി വരണേ, വരട്ടെ, സ്പീഡ് കൂടുന്നു. അടുപ്പിക്കൂ, കമ്പിയായിട്ട് ചേർക്കൂ മാക്സിമം. വെരി ഗുഡ്, കറക്റ്റ്. കണ്ടോ, ഇങ്ങനെ കമ്പിയായിട്ട് ചേർന്ന് വരണം. തട്ടാൻ സാധ്യതയുണ്ട്, അല്പം തിരിക്കൂ. യെസ്, തട്ടൂല എന്ന് ഉറപ്പാകുമ്പോൾ വീണ്ടും തിരിക്കണം. വെരി ഗുഡ്, അത്രയേ ഉള്ളൂ. അങ്ങനെ തിരിക്കാനും തിരിച്ചിരിക്കാനും കഴിയണം. ഇനി ഇപ്പുറത്ത് നോക്കണേ, ഫുള്ള് തിരിച്ചോ. തിരിച്ചിട്ട് നോക്കണം. ഇപ്പുറത്തെ കമ്പിയെ കാണണം. കമ്പിയെ കണ്ട് ഞാൻ പറയും, ഇപ്പോഴല്ല, അല്പം കഴിയുമ്പോൾ. യെസ്, 2 റൗണ്ട് റിട്ടേൺ. വെരി ഗുഡ്, മതി. കമ്പിയായിട്ട് അടുപ്പിക്കൂ. തട്ടൂലെന്ന് ഉറപ്പായാൽ മുഴുവൻ തിരിക്കണം. തട്ടുമെന്ന് തോന്നിയാൽ തിരിച്ചിരിക്കണം. കറക്റ്റ്. ഓക്കെ, പോട്ട്. വീണ്ടും പോട്ട്. യെസ്, ഫുള്ള് തിരിക്കും. ഫുള്ള് റൈറ്റ്. വെരി ഗുഡ്, സൂപ്പറായി. പോട്ട്. വെരി ഗുഡ്, കറക്റ്റ് കാൽക്കുലേഷനായി. നോക്കിയോ, ഫ്രണ്ടിലോട്ട് നോക്കണം. ബോഡി ലെവലാവുമ്പം 2 റൗണ്ട് റിട്ടേൺ. ഇപ്പോഴല്ല, ഞാൻ പറയും. യെസ്, റിട്ടേൺ. വെരി ഗുഡ്. ഓക്കെ, സൂപ്പറായി, അടിപൊളിയായി. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് അറിയാം. നമ്മൾ ഇവിടെ കൊണ്ട് ഫൈനൽ തിരിവ് തിരിക്കുമ്പോൾ നമ്മളെ വണ്ടി എവിടെ തട്ടുമായിരുന്നു? കമ്പിയിൽ തട്ടും. അപ്പോൾ തട്ടുമെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചിട്ട് വീണ്ടും തട്ടൂലെന്ന് തോന്നിയപ്പോൾ വീണ്ടും റൈറ്റിലോട്ട് തിരിച്ചു. അതാണ് ഒരു കുട്ടിക്ക് ആവശ്യം. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. തട്ടുമെന്ന് തോന്നിയാൽ തിരിച്ച് തിരിക്കുക, തട്ടുമില്ലെങ്കിൽ വീണ്ടും തിരിക്കുക. അങ്ങനെ അനായാസം സ്റ്റിയറിങ് റൈറ്റ് ലെഫ്റ്റ് തിരിയാം. എങ്ങനെയുണ്ട്? സൂപ്പറാണല്ലോ. ഓക്കെ, വെരി ഗുഡ്.